ഹായ് ഹലോ, ഇത്രയും നാളും നമ്മൾ തനി നാടൻ ഡിഷസും ഈസി ആയിട്ടുള്ള ഡിഷസും ഒക്കെ ട്രൈ ചെയ്തു. ഇന്ന് നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ട്രൈ ചെയ്യാം, മുഗളൈ മട്ടൺ കറി. നോക്കാം എങ്ങനെ ചെയ്തെടുക്കാം. നമ്മുടെ മുഗളൈ മട്ടന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ മട്ടണാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്ത മട്ടണാണ്. നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാൻ മട്ടൺ മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് സവോള വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എണ്ണയ്ക്കകത്ത് നല്ലപോലെ കറുപ്പിച്ച് വറുത്തെടുത്ത് നമ്മളത് അരച്ചാണ് മുഗളായി മട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു 2 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഈ സവോള നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ വറന്ന് തുടങ്ങി കഴിയുമ്പോൾ മാത്രം ജസ്റ്റ് ഇളക്കി കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ വഴണ്ട പോലെ ആയി പോകും. നമുക്ക് അങ്ങനെയല്ല വേണ്ടിയത്, ക്രിസ്പി ആയിട്ട് കിട്ടണം. ഇതാ നമ്മുടെ സവോള ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇത് കോരാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള കറുവാപ്പട്ടയും 4 ഗ്രാമ്പും 3 ഏലക്കയും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് തുടങ്ങുമ്പോഴത്തേക്കിനും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ പീസസ് ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വല്ലാണ്ട് ഫ്രൈ ആവണ്ട. അപ്പോൾ നമ്മുടെ മട്ടൺ ഇവിടെ ആവുന്ന സമയത്തിന് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ സവോള ഒന്നെങ്കിൽ നല്ലപോലെ കൈകൊണ്ട് ഞെരടി നമുക്ക് ചേർക്കാം, അല്ലെങ്കിൽ നമുക്കിത് അരച്ച് ചേർക്കാം. ഇവിടെ ഞാൻ അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് അരയ്ക്കുന്ന കൂടെ ഞാനൊരു 4-5 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടി ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് നമ്മളുടെ മട്ടൺ ഇവിടെ ഫ്രൈ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളക്, ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പ്രഷർ കുക്കറിൽ വേവിക്കുന്നതായതുകൊണ്ട് പച്ചമുളകിൻ്റെ എരിവ് നല്ല പോലെ ഇറങ്ങും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം പച്ചമുളക് ചേർക്കാൻ. അപ്പോൾ ഓരോരുത്തരുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. പച്ചമുളകും ഒരു ടൊമാറ്റോ അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്നുകൂടി വഴറ്റി കൊടുക്കുവാണ്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈരാണ്, പുളി ഒട്ടും ഇല്ലാത്ത കട്ട തൈരാണ് ചേർത്തിരിക്കുന്നത്. ഇത് നമ്മളുടെ മട്ടൺ ഇവിടെ ആയി വരുന്നുണ്ട്. മട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്കിതിന് നല്ല വേവുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രഷർ കുക്കറിലേക്ക് ഇത് മാറ്റിയിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നമ്മളുടെ മട്ടൺ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാനത് പ്രഷർ കുക്കറിൽ നിന്ന് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് മാറ്റണമെന്നില്ല, ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റിയതാണ്. ഒരു ഫൈനൽ ടച്ചും കൂടെ ഉണ്ട്. ഇത്തിരി തേങ്ങയും, ഒരു 1/4 കപ്പ് തേങ്ങയും 10 കാഷ്യൂനട്ടും കൂടെ അരച്ചെടുത്ത പേസ്റ്റാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. സാധാരണ ഇതിനകത്ത് ഫ്രഷ് ക്രീമാണ് ചേർക്കാറ്. ഫ്രഷ് ക്രീമും കാഷ്യൂനട്ട് പേസ്റ്റും ഒക്കെയാണ് ചേർക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ തേങ്ങയാണ് അരച്ച് ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് നല്ലപോലെ, അപ്പം നല്ലൊരു കൊഴുപ്പും കിട്ടും. നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഡിഷുമാണ്. നല്ല സൂപ്പർ സ്മെല്ലുമാണ് കേട്ടോ. ആ തേങ്ങയും കൂടെ ഒന്ന് വേവുന്നിടം വരെ, ഒന്ന് തിളപ്പിച്ച് ആ തേങ്ങയും കൂടെ ഒന്ന് വേവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതോടെ നമ്മളുടെ പ്രോസസ്സ് എല്ലാം കഴിയും. അപ്പം നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർക്കുക, പ്രഷർ കുക്കറിനകത്ത് വേവിക്കുമ്പം ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കണം. കാരണം നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പം വെള്ളം ഒരുപാട് ഇറങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളവും കൂടെ ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് അത് വേവാനുള്ള ഒരു വെള്ളവും കൂടെ വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും പ്രഷർ കുക്കറിനകത്ത് വേവിച്ചെടുക്കാൻ. മറക്കരുത്. കാരണം ആടായതുകൊണ്ട് ചിലപ്പോൾ എല്ലാവരും ഓർക്കും വെള്ളം ഇറങ്ങുമല്ലോ എന്ന് ഓർക്കും. പക്ഷെ അങ്ങനെ വെള്ളം ഇറങ്ങാൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെക്കുന്നതുകൊണ്ട്, അല്ലാതെ വെക്കുമ്പോഴാണെങ്കിൽ കുഴപ്പമില്ല. ഫ്രൈ ചെയ്ത് വെക്കുന്നതുകൊണ്ട് എപ്പോഴും ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം നമ്മൾ വേവിക്കാൻ. നമ്മുടെ മുഗളായി മട്ടൺ കറി റെഡിയാണ്. ഞാൻ ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് നല്ലപോലെ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. കാരണം നോർത്ത് ഇന്ത്യൻ ഡിഷാകുമ്പോൾ മല്ലിയില നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതായത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല കിടു സാധനം. നമുക്ക് നല്ല ബട്ടർ നാനോ പൊറോട്ടയോ ചപ്പാത്തിയോ എന്തും ആയിക്കോട്ടെ, ഇതാണ് സൈഡ് ഡിഷെങ്കിലുണ്ടല്ലോ പൊളിക്കും. ഇതുണ്ടാക്കി വീട്ടിലെല്ലാവർക്കും കൊടുക്കൂ. നിങ്ങൾ അടുത്ത സ്റ്റാറാവും, നോക്കിക്കോ. അപ്പോൾ ഏതായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ഡിഷാണ്. നിങ്ങൾക്ക് മട്ടണിലോ ചിക്കനിലോ ഒക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.